ഇന്നത്തെ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മളുടെ കേരളത്തിലെ പദ്ധതികൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികളുണ്ട്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഒന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. കേരള PSC പരീക്ഷയിൽ ഈ അടുത്ത് നടന്ന പരീക്ഷയിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. വരാൻ പോകുന്ന പരീക്ഷകളിലൊക്കെ നമുക്ക് ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ നമ്മളോട് ആദ്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആരോഗ്യ കിരണം എന്ന് പറയുന്ന പദ്ധതിയാണ്. ആരോഗ്യ കിരണം എന്ന് പറയുന്ന പദ്ധതിയാണ് ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കുന്നു ആരോഗ്യ കിരണം. അപ്പൊ ആരോഗ്യ കിരണം എന്ന് പറയുന്ന പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ നമ്മളുടെ ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരെല്ലാം എന്നാണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. ഇത് പ്രധാനമായിട്ടും കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതിയാണ്. അതായത് 18 വയസ്സിന് താഴെ പ്രായമുള്ള എല്ലാ കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതിയാണ് ആരോഗ്യ കിരണം എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ ഞാൻ അവിടെ എടുത്തു പറഞ്ഞു എല്ലാ കുട്ടികളും എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എന്താണ്, APL പെടും, BPL വരും. നമുക്കറിയാം ചില പദ്ധതികൾ BPL മാത്രമായിട്ട് വരുന്ന പദ്ധതികളാണ്. പക്ഷെ ഈ ഒരു പദ്ധതി ആരോഗ്യ കിരണം എന്ന് പറയുന്ന പദ്ധതി 18 വയസ്സിൽ താഴെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും APL BPL ഉൾപ്പെടുന്നതാണ് ആരോഗ്യ കിരണം എന്ന് പറയുന്ന പദ്ധതി. അതുകൊണ്ട് തന്നെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായിട്ട് ആവിഷ്കരിച്ച ഏറ്റവും വലിയ പദ്ധതി ഏതെന്ന് ചോദിച്ചാലും നമുക്ക് ഈ ആരോഗ്യ കിരണം പദ്ധതിയെ പറയാൻ പറ്റും. അപ്പൊ 18 വയസ്സിന് താഴെയുള്ളവരാണ്, APL BPL പെടും. ഏറ്റവും വലിയ പദ്ധതിയാണ് 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇനി ആർക്കാണ് ഈ ഒരു പദ്ധതി കൊണ്ട് ഗുണം കിട്ടുന്നത്? അർബുദം ബാധിച്ച, ഹൃദ്രോഗം ബാധിച്ച, വൃക്കാരോഗം ഒക്കെ ബാധിച്ചവർക്കാണ് ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൗജന്യ ചികിത്സാ സഹായം നൽകുന്നത്. അപ്പൊ എന്താണ്, സംസ്ഥാനത്തെ 18 വയസ്സിന് താഴെയുള്ള അർബുദ, ഹൃദ്രോഗ, വൃക്കാരോഗ ബാധിതരായിട്ടുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം എന്ന് പറയുന്ന പദ്ധതി. ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ട് ഉണ്ട്. സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ട്, ആ ഒരു സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നാണ് ഈ പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള തുകയൊക്കെ വകയിരുത്തുന്നത് എന്നും കൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആരോഗ്യ കിരണം പദ്ധതിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. PSC ചോദിക്കുക എങ്ങനെയായിരിക്കും, സംസ്ഥാനത്തെ 18 വയസ്സിന് താഴെയുള്ള അർബുദ, ഹൃദ്രോഗ, വൃക്കാരോഗ ബാധിതരായ കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ ആരോഗ്യ കിരണം പദ്ധതി ഒരിക്കൽ കൂടി പറയാണ്, സംസ്ഥാനത്തെ 18 വയസ്സിന് താഴെയുള്ള അർബുദ, ഹൃദ്രോഗ, വൃക്കാരോഗ ബാധിതരായ കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. APL BPL വ്യത്യാസം ഇവിടെ ഇല്ല എന്ന കാര്യം ഓർത്തിരിക്കുക. സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നാണ് പദ്ധതി നിർവഹണത്തിനുള്ള തുക ഈടാക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പദ്ധതിയാണ് ആരോഗ്യ കിരണം എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ ആരോഗ്യ കിരണം എന്ന് പറയുന്ന പദ്ധതി എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു പദ്ധതി നമ്മൾ പഠിക്കാൻ പോകുന്നത് താലോലം എന്ന് പറയുന്ന പദ്ധതിയാണ്. അപ്പൊ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ്. താലോലിക്കുന്ന ആരെയാണ്? കുട്ടികളെല്ലാം നമ്മൾ താലോലിക്കുക. അപ്പൊ കുട്ടികൾ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഏജ് ലിമിറ്റ് നമുക്ക് അറിഞ്ഞിരിക്കണം. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്. അപ്പൊ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗം, സെറിബ്രൽ പാൾസി, ഓട്ടിസം, അസ്ഥി വൈകല്യങ്ങൾ തുടങ്ങിയവയ്ക്കുള്ള ചികിത്സാ ചെലവിനായിട്ട് ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് താലോലം എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ താലോലം എന്ന് പറയുന്ന പദ്ധതി 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, സെറിബ്രൽ പാൾസി, ഓട്ടിസം, അസ്ഥി വൈകല്യങ്ങൾ തുടങ്ങിയവയ്ക്കുള്ള ചികിത്സാ ചെലവിനായിട്ട് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ എന്തെല്ലാം നമ്മൾ പഠിച്ചു? താലോലം എന്ന് പറയുന്ന പദ്ധതി 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുമായി ബന്ധപ്പെട്ടതാണ്. 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഹൃദയ സംബന്ധമായ രോഗം, സെറിബ്രൽ പാൾസി, ഓട്ടിസം, അസ്ഥി വൈകല്യങ്ങൾ തുടങ്ങിയ രോഗങ്ങളുമായി ബന്ധപ്പെട്ട ചികിത്സാ ചെലവിൽ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഇത് താലോലം എന്ന് പറയുന്ന പദ്ധതി. കേരള PSC പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റായി ചോദിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ് താലോലം. ഒപ്പം നമ്മൾ തൊട്ടു മുമ്പ് പരിചയപ്പെട്ട ആരോഗ്യ കിരണം എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ ഈ രണ്ട് പദ്ധതികളും നല്ല രീതിയിൽ പഠിച്ചു വെക്കണം. സംസ്ഥാനത്ത് 18 വയസ്സിന് താഴെയുള്ള അർബുദ, ഹൃദ്രോഗ, വൃക്കാരോഗ ബാധിതരായ കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം പദ്ധതി എന്ന കാര്യം ഓർക്കുക. APL BPL വ്യത്യാസമില്ലാതെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നാണ് പദ്ധതി നിർവഹണത്തിനുള്ള തുക വകയിരുത്തുന്നത്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായിട്ട് ആവിഷ്കരിച്ച ഏറ്റവും വലിയ പദ്ധതിയാണ് ആരോഗ്യ കിരണം എന്ന പദ്ധതി. താലോലം പദ്ധതിയോ
താലോലം പദ്ധതി 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, സെറിബ്രൽ പാൾസി, ഓട്ടിസം, അസ്ഥിവൈകല്യങ്ങൾ തുടങ്ങിയവയ്ക്കുള്ള ചികിത്സാ ചെലവിനായിട്ട് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം എന്ന് പറയുന്ന പദ്ധതി. അടുത്തൊരു പദ്ധതി ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് കാവൽ പ്ലസ് എന്ന് പറയുന്ന പദ്ധതിയാണ്. കാവൽ പ്ലസ് എന്ന് പറയുന്ന പദ്ധതി. കാവൽ പ്ലസ് എന്ന് പറയുന്ന പദ്ധതിയും ആരുമായി ബന്ധപ്പെട്ടതാണെന്ന് വെച്ചാൽ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതിയാണ്. കാവൽ പ്ലസ് എന്ന് പറയുന്ന പദ്ധതിയും ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതിയാണ്. മനഃശാസ്ത്ര സമീപനത്തിലൂടെ കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ബാലലൈംഗിക പീഡനം അതിജീവിച്ച കുട്ടികളുടെ സംരക്ഷണം ലഭ്യമാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇത് കാവൽ പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി. മനഃശാസ്ത്ര സമീപനത്തിലൂടെ കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. മനഃശാസ്ത്ര സമീപനത്തിലൂടെ കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. ബാലലൈംഗിക പീഡനം അതിജീവിച്ച കുട്ടികളുടെ സംരക്ഷണം ലഭ്യമാക്കിയ പദ്ധതിയാണ് ഇത് കാവൽ പ്ലസ് എന്ന് പറയുന്ന പദ്ധതി. ഈ കാവൽ പ്ലസ് പദ്ധതിയുടെ ഗ്രാസ് റൂട്ട് ലെവൽ പ്രവർത്തിക്കുന്നത്, കാവൽ പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു പദ്ധതിയുടെ ഗ്രാസ് റൂട്ട് ലെവൽ പ്രവർത്തിക്കുന്നത് ഗവൺമെന്റ് ഇതര സംഘടന വഴിയാണ്. എന്തുവഴിയാണ്? ഗവൺമെന്റ് ഇതര സംഘടനകൾ വഴിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇത്തരം കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കണം. കാവൽ പ്ലസ് പദ്ധതി മനഃശാസ്ത്ര സമീപനത്തിലൂടെ കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ബാലലൈംഗിക പീഡനം അതിജീവിച്ച കുട്ടികളുടെ സംരക്ഷണം ലഭ്യമാക്കിയ പദ്ധതിയാണ് കാവൽ പ്ലസ് എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ ഒന്ന് നമ്മൾ പറഞ്ഞത് മനഃശാസ്ത്ര സമീപനത്തിലൂടെ കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, ബാലലൈംഗിക പീഡനം അതിജീവിച്ച കുട്ടികളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക. അപ്പൊ അതൊക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പദ്ധതിയാണ് കാവൽ പ്ലസ് എന്ന് പറയുന്ന പദ്ധതി. കാവൽ പ്ലസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പിന്നെ നമ്മൾ പറഞ്ഞത് ഇതിന്റെ ഗ്രാസ് റൂട്ട് ലെവല് പ്രവർത്തിക്കുന്നത് ഗവൺമെന്റ് ഇതര സംഘടന വഴിയാണ്. അടിസ്ഥാന ഘടകം, അതായത് ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്ന ഈ പറയുന്ന ഗവൺമെന്റ് ഇതര സംഘടനകളുടെ ഒക്കെ പ്രവർത്തനമാണ്. ഈ ഒരു പദ്ധതിയുടെ നടത്തിപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഗ്രാസ് റൂട്ട് ലെവൽ പ്രവർത്തിക്കുന്നത് ഗവൺമെന്റ് ഇതര സംഘടനകളിലൂടെയാണെന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മൾ പരിചയപ്പെട്ടത് മനഃശാസ്ത്ര സമീപനത്തിലൂടെ കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ബാല ലൈംഗിക പീഡനം അതിജീവിച്ച കുട്ടികളുടെ സംരക്ഷണം ലഭ്യമാക്കിയ പദ്ധതിയായ കാവൽ പ്ലസിനെ കുറിച്ചാണ്. കാവൽ പ്ലസിന്റെ ഗ്രാസ് റൂട്ട് ലെവൽ പ്രവർത്തിക്കുന്നത് ഗവൺമെന്റ് ഇതര സംഘടന വഴിയാണ്. അടുത്ത നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്പെക്ട്രം എന്ന് പറയുന്ന പദ്ധതിയാണ്. സ്പെക്ട്രം എന്ന് പറയുന്ന പദ്ധതി ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര ചികിത്സാ പദ്ധതിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര ചികിത്സാ പദ്ധതിയാണ് സ്പെക്ട്രം എന്ന് പറയുന്ന പദ്ധതി. ഇതും പലപ്പോഴായിട്ട് PSC ചോദിച്ചിട്ടുണ്ട്. ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര ചികിത്സാ പദ്ധതിയാണ് സ്പെക്ട്രം എന്ന് പറയുന്ന പദ്ധതി. ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര ചികിത്സാ പദ്ധതിയാണ് സ്പെക്ട്രം എന്ന് പറയുന്ന പദ്ധതി. ഇനി ഓട്ടിസം അവബോധ ദിനം എന്നാണ് ചോദിക്കും. ഓട്ടിസം അവബോധ ദിനം എന്നാണ് ചോദിച്ചാൽ, അവബോധ ദിനം എന്നാന്ന് ചോദിച്ചാൽ ഏപ്രിൽ മാസം 2-ാം തീയതിയാണ്. ഓട്ടിസം അവബോധ ദിനം. ഈ ഏപ്രിൽ മാസത്തിൽ തന്നെയുള്ള PSC റിപ്പീറ്റായി ചോദിക്കുന്ന ഒന്നാണ് ഏപ്രിൽ മാസം 7-ാം തീയതി. ഇന്നാണ് നമ്മുടെ ലോകാരോഗ്യ ദിനം. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് ഓട്ടിസം അവബോധ ദിനം ഏപ്രിൽ 2, ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7-ാം തീയതിയാണ്. ഈ ഏപ്രിൽ മാസത്തിൽ തന്നെ ഈ ഏപ്രിൽ മാസം 7-ന്റെ പിറകിൽ ഒരു 1 ഇട്ട് കഴിഞ്ഞാൽ, അതായത് ഏപ്രിൽ 17 അന്നാണ് എന്ത്, എത്രയോ തവണ PSC ചോദിച്ചാണ് ഹീമോഫീലിയ ദിനം. എന്താണ് ഹീമോഫീലിയ ദിനം? അപ്പൊ നമ്മളിവിടെ 3 ദിനങ്ങൾ പഠിച്ചേ. 1 ഓട്ടിസം അവബോധ ദിനം ഏപ്രിൽ 2, 2 ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7, ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. ഇതേ ഏപ്രിൽ തന്നെയാണ് PSC എപ്പോഴും ചോദിക്കുന്ന ഏപ്രിൽ മാസം 25 എന്താണ് മലേറിയ ദിനം. ഓർത്തു വെച്ചോ. ഒന്ന് ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ഏപ്രിൽ 2-ാം തീയതി ഓട്ടിസം അവബോധ ദിനം. ഏപ്രിൽ 7-ാം തീയതി ലോകാരോഗ്യ ദിനം. ഏപ്രിൽ 17 ഹീമോഫീലിയ ദിനം. ഏപ്രിൽ 25 മലേറിയ ദിനമാണ്. അപ്പൊ ഈ ദിനങ്ങൾ ഓർത്തിരിക്കുക. എന്നാണ് ഓട്ടിസം അവബോധ ദിനം ഏപ്രിൽ 2, ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7, അതേപോലെ ഏപ്രിൽ 17 ഹീമോഫീലിയ ദിനം, മലേറിയ ദിനം ഏപ്രിൽ 25. ഈ 2025 ഏപ്രിൽ 7-ാം തീയതി ലോകാരോഗ്യ ദിനമായിട്ട് ആചരിച്ചു അല്ലെ? എല്ലാ വർഷവും ഏപ്രിൽ 7-ാം തീയതി ലോകാരോഗ്യ ദിനമായിട്ട് ആചരിച്ചു. അപ്പൊ ആ ഒരു ദിവസത്തെ തീം എന്താന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. അവിടെ ഓർത്തിരിക്കുക ഹെൽത്തി ബിഗിനിങ്സ്.
അപ്പൊ ഹെൽത്തി ബിഗിനിങ്സ്, ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ്. എന്താണ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ്? അപ്പൊ ഇതാണ് 2025 ലോകാരോഗ്യ ദിനത്തിന്റെ തീം എന്ന് പറയുന്നത്. ഹെൽത്തി ബിഗിനിങ്സ്, ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ് എന്നതാണ് ലോകാരോഗ്യ ദിനത്തിന്റെ തീം എന്ന് പറയുന്നത്. ഈ ബിഗിനിങ്സ് ഇല്ലേ, അത് സ്പെൽ ചെക്കിൽ ഇംഗ്ലീഷിൽ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ബഗ് എന്ന് എഴുതിയിട്ട് ഇന്നിങ്സ് എന്ന് എഴുതിയാൽ മതി, INNINGS. കാരണം ആ ഡബിൾ എൻ ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. അതുകൊണ്ടാണ് ബഗ് എന്ന് എഴുതുക, ഇന്നിങ്സ് INNINGS. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടെന്നാണ്, നമ്മളിവിടെ ചർച്ച ചെയ്തത് ഈ പറയുന്ന ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമാണ്. ആ ലോകാരോഗ്യ ദിനത്തിന്റെ തീമാണ് പഠിച്ചത് 2025 ഹെൽത്തി ബിഗിനിങ്സ്, ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ എന്നതാണ് നമ്മുടെ ഏപ്രിൽ 7 തീം എന്ന് പറയുന്നത്. ഹെൽത്തി ബിഗിനിങ്സ്, ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ് എന്നതാണ് 2025 ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ നമ്മൾ സ്പെക്ട്രം എന്ന് പറയുന്ന പദ്ധതിയിലൂടെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളിലേക്കൊക്കെ വന്നത്. സ്പെക്ട്രം എന്ന് പറയുന്ന പദ്ധതി ഓട്ടിസം ബാധിച്ചവർക്കുള്ള സമഗ്ര ചികിത്സാ പദ്ധതിയാണ്. ഇനി അടുത്ത പദ്ധതിയിലേക്ക് വരാം. ഇനി അടുത്ത പദ്ധതി ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് മിഠായി എന്ന് പറയുന്ന പദ്ധതിയാണ്. മിഠായി എന്ന് കേൾക്കുമ്പോൾ തന്നെ കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതിയാണ്. ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികളുടെ പ്രധാനപ്പെട്ട ചികിത്സാ പദ്ധതിയാണ് നമ്മൾ ഈ പറയുന്ന മിഠായി എന്ന് പറയുന്ന പദ്ധതി. നമുക്കറിയാം, ഈ ടൈപ്പ് 1 പ്രമേഹത്തെ തന്നെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കും. പ്രമേഹത്തെ നമ്മൾ ടൈപ്പ് 1 എന്നും ടൈപ്പ് 2 എന്നും തരംതിരിക്കും, ഇല്ലേ? ടൈപ്പ് 1 എന്നും ടൈപ്പ് 2 എന്നും തരംതിരിക്കുന്നുണ്ട്. ഇതിൽ ഈ ജീവിതശൈലീപരമായിട്ടുള്ള രീതിയിൽ വരുന്നതാണ് ടൈപ്പ് 2 എങ്കിൽ, മറ്റെന്താണ് ജനിതകപരമായിട്ടൊക്കെ വരുന്നതാണ് ടൈപ്പ് 1 എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ ഈ ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികളുടെ പ്രധാനപ്പെട്ട ചികിത്സാ പദ്ധതിയാണ് ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികളുടെ ചികിത്സാ പദ്ധതിയാണ് നമ്മൾ ഈ പറഞ്ഞ മിഠായി എന്ന് പറയുന്ന പദ്ധതി. എന്താണ് മിഠായി എന്ന് പറയുന്ന പദ്ധതി? ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികളുടെ പ്രധാനപ്പെട്ട ചികിത്സാ പദ്ധതി മിഠായി. ഈ 2025 തന്നെ നിങ്ങൾ ഏതൊരു ചോദ്യപേപ്പർ എടുത്തു നോക്കിയാലും അവിടെയൊക്കെ തന്നെ ചിലപ്പോൾ കടന്നു വന്നിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും ഈ ഒരു മിഠായി പദ്ധതി. അതുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കുക. പക്ഷെ സിമ്പിൾ ആണ്. മിഠായി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ പ്രമേഹത്തിലേക്കും കുട്ടികളിലേക്കും ഒക്കെ കണക്ട് ചെയ്ത് പോകാം. പക്ഷെ അവിടെ ടൈപ്പ് 1 ടൈപ്പ് 2 എന്ന് ചിലപ്പോൾ ചിലവർ എടുത്തു പഠിക്കില്ല. അപ്പൊ അത് ഓർത്തിരിക്കണം. ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സാ പദ്ധതിയാണ് മിഠായി എന്ന് പറയുന്ന പദ്ധതി. ടൈപ്പ് 2 പ്രമേഹമൊക്കെ എന്താണ് ജീവിതശൈലീപരമായിട്ട് മുതിർന്നവരിലൊക്കെയാണ് കാണപ്പെടുന്നത്. ഇനി ഈ ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് 2018 ഈ ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മിഠായി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഓർക്കുക. ഞാനിവിടെ 3 പദ്ധതികളുടെ പേര് സ്ക്രീനിൽ എഴുതിയിട്ടുണ്ട്. 3 പദ്ധതികളിൽ ഒന്ന് ശ്രുതി തരംഗം, മറ്റൊന്ന് ധ്വനി, മറ്റൊന്ന് കാതോരം. ഈ 3 പദ്ധതികളും നമ്മുടെ കേൾവിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതികളാണ്. ഇത് പഠിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് പഠിച്ചു വെക്കണം. ശ്രുതി തരംഗം, ധ്വനി, കാതോരം. ശ്രുതി തരംഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, അവിടെ ഓർത്തിരിക്കുന്ന ഒന്ന് കുട്ടികളുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. അവിടെ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, 5 വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കോംഗ്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ, എന്താണ് കോംഗ്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ, അപ്പൊ ഇവിടെ ഓർത്തിരിക്കുക, കോംഗ്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞത്? ശ്രുതി തരംഗം എന്ന് പറയുന്ന പദ്ധതി 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കോംഗ്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ ശ്രവണ വൈകല്യം പരിഹരിക്കുക. എന്താണ് ശ്രവണ വൈകല്യം എന്ത് ചെയ്യുക? പരിഹരിക്കുക. ഇതാണ് എന്ന് പറയുന്നത് ശ്രുതി തരംഗം എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ എന്താണ് ശ്രുതി തരംഗം എന്ന് പറഞ്ഞാൽ അവിടെ കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കോംഗ്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ
ശ്രവണ വൈകല്യം എന്ത് ചെയ്യുക, പരിഹരിക്കുക. ശ്രുതി തരംഗം എന്നതാണ് പദ്ധതി. ശ്രുതി തരംഗം എന്നാണ് പദ്ധതി. 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ ശ്രവണ വൈകല്യം പരിഹരിക്കുക. കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ ശ്രവണ വൈകല്യം പരിഹരിക്കുക 5 വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക്. അപ്പൊ ഇനി ധ്വനി എന്ന് പറയുന്ന പദ്ധതി എന്താണ്? കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി പൂർത്തീകരിച്ചവരുടെ, കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി പൂർത്തീകരിച്ചവരുടെ, അപ്പൊ നമ്മളോട് പരിചയപ്പെട്ട ഈ ഒരു സർജറി ഉണ്ടല്ലോ, ഇത് പൂർത്തീകരിച്ചവരുടെ തുടർ ചികിത്സയ്ക്ക് സ്പീച്ച് പ്രോസസ്സറുകൾ അപ്ഗ്രേഡ് ചെയ്യുന്ന പദ്ധതിയാണ് നമ്മൾ ഈ പറയുന്ന ധ്വനി എന്ന് പറയുന്ന പദ്ധതി. അതായത് കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി പൂർത്തീകരിച്ചവരുടെ തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മളിവിടെ പരിചയപ്പെടുന്ന ധ്വനി എന്ന് പറയുന്ന പദ്ധതി. എന്താണ് ധ്വനി എന്ന് പറയുന്ന പദ്ധതി? അപ്പൊ ആ തുടർ ചികിത്സയിൽ സ്പീച്ച് പ്രോസസ്സറുകൾ അപ്ഗ്രേഡ് ചെയ്യുന്ന പദ്ധതിയാണ്. അപ്പൊ എന്താണ് സ്പീച്ച് പ്രോസസ്സറുകൾ എന്താണ് അപ്ഗ്രേഡ് ചെയ്യുന്ന പദ്ധതിയാണ് ധ്വനി എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ നിങ്ങൾ ഇത്ര ഓർത്ത് വെച്ചാൽ മതി, കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി കഴിഞ്ഞവരുടെ തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതിയാണ് ധ്വനി എന്ന് പറയുന്ന പദ്ധതി. ഇപ്പൊ 2 പദ്ധതികൾ പഠിച്ച, ഒന്ന് ശ്രുതി തരംഗം, മറ്റൊന്ന് ധ്വനി. 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ ശ്രവണ വൈകല്യം പരിഹരിക്കുന്ന പദ്ധതി ശ്രുതി തരംഗം. കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി പൂർത്തീകരിച്ചവരുടെ തുടർ ചികിത്സയിൽ സ്പീച്ച് പ്രോസസ്സറുകൾ അപ്ഗ്രേഡ് ചെയ്യുന്ന പദ്ധതിയാണ് ധ്വനി എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ തുടർ ചികിത്സ എന്ന് ഓർത്തിരിക്കുക. ഇനി ഇവിടെ അടുത്തൊരു പദ്ധതി ഞാൻ നിങ്ങൾ മുന്നിൽ പരിചയപ്പെടുത്തിയത് കാതോരം എന്ന് പറയുന്ന പദ്ധതിയാണ്. അപ്പൊ എന്താണ് കാതോരം എന്ന് പറയുന്ന പദ്ധതി? കുട്ടികളിലെ ശ്രവണ വൈകല്യങ്ങൾ പരിഹരിച്ചുകൊണ്ടുള്ള കേരള സാമൂഹ്യനീതി വകുപ്പ് മുൻകൈ എടുത്ത് നടപ്പാക്കുന്ന പദ്ധതിയാണ്. ഈ ഒരു പദ്ധതിയുടെ നേതൃത്വം കേരള സാമൂഹിക നീതി വകുപ്പിനാണെന്ന കാര്യം ഓർത്തിരിക്കുക. ആർക്കാണ്? കേരള സാമൂഹിക നീതി വകുപ്പിനാണ്. അപ്പൊ കുട്ടികളിലെ ശ്രവണ വൈകല്യങ്ങൾ പരിഹരിക്കുക. അപ്പൊ ഇത് കുട്ടികളുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്, കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതിയാണ്. ഒരു കുട്ടി ജനിക്കുന്നത് മുതലുള്ള പരിശോധനയിൽ തുടങ്ങി അവന്റെ ജീവിതചക്രത്തിലെ പ്രധാന മാസങ്ങളിൽ പരിശോധനകൾ നടത്തി സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അവന്റെ ശ്രവണ വൈകല്യം പൂർണ്ണമായി പരിഹരിക്കുന്ന പദ്ധതിയാണ് കാതോരം എന്ന് പറയുന്ന പദ്ധതി. ഒരു കുട്ടി ജനിച്ചു വീണത് മുതലുള്ള പരിശോധനയിൽ തുടങ്ങി അവന്റെ ജീവിതചക്രത്തിലെ പ്രധാന മാസങ്ങളിൽ പരിശോധനകൾ നടത്തി സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അവന്റെ ശ്രവണ വൈകല്യം എന്ത് ചെയ്യുക, പൂർണ്ണമായിട്ട് പരിഹരിക്കുന്ന പദ്ധതിയാണ് കാതോരം എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ ജീവചക്ര മാസങ്ങൾ എന്ന് പറയുന്നത് അത് 1-ാം മാസം, പിന്നെ 3-ാം മാസം, 6-ാം മാസം, 18-ാം മാസം, 42-ാം മാസം. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. 1, 3, 6, 16, 42. 1-ാം മാസം ഉണ്ട്, പിന്നെ 3-ാം മാസം ഉണ്ട്, പിന്നെ 6-ാം മാസം ഉണ്ട്, പിന്നെ 18-ാം മാസം ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 42-ാമത്തെ മാസം. നമ്മളോട് പറഞ്ഞല്ലോ, ഒരു കുട്ടി ജനിച്ചു വീണത് മുതലുള്ള പരിശോധനയിൽ തുടങ്ങി അവന്റെ ജീവിതചക്രത്തിലെ പ്രധാന മാസങ്ങളിൽ പരിശോധനകൾ നടത്തി സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അവന്റെ ശ്രവണ വൈകല്യം പൂർണ്ണമായി പരിഹരിക്കുന്ന പദ്ധതിയാണ് കാതോരം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ ജീവചക്രത്തിലെ പ്രധാന മാസങ്ങളായിട്ട് ഇവിടെ പറയുന്നത് ഏതൊക്കെയാണ്? 1-ാം മാസം, 3-ാം മാസം, 6-ാം മാസം, 18-ാം മാസം, 42-ാമത്തെ മാസമാണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി ജീവചക്ര മനോഭാവം പ്രകടിപ്പിക്കുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് കാതോരം എന്ന് പറയുന്ന പദ്ധതി. ഇനി നമ്മളിവിടെ പരിചയപ്പെട്ടിരിക്കുന്ന ഈ മാസങ്ങൾ ഓർത്തിരിക്കുക. 1, 3, 6, 16, 42. പിന്നെ ജീവചക്ര മാസങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാം 0 മുതൽ 42 വരെ എന്ന് വേണമെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് പറയാൻ പറ്റും. 0 മുതൽ 42 വരെ, അതായത് ജനിച്ച അന്ന് മുതൽ 42 മാസം വരെ ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് ഈ കുട്ടിക്ക് എന്തെങ്കിലും ശ്രവണ വൈകല്യം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കാര്യങ്ങളിലേക്ക് വരും. കുട്ടി സ്കൂളിൽ പോകുന്നതിന് മുമ്പ് എന്തായിരിക്കും ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് നമ്മളിവിടെ പരിചയപ്പെട്ട കാതോരം എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ നമ്മൾ 3 പദ്ധതികൾ ഒരുമിച്ചാണ് പഠിച്ചത്. ഒന്ന് ശ്രുതി തരംഗം, മറ്റൊന്ന് ധ്വനി, മറ്റൊന്ന് കാതോരം എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ ശ്രുതി തരംഗം എന്താണ് പദ്ധതി നമ്മൾ പഠിച്ചു. 5 വയസ്സ് വരെയുള്ള കുട്ടികളുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ ശ്രവണ വൈകല്യം പരിഹരിക്കുന്ന പദ്ധതിയാണ്. ധ്വനി നമ്മൾ പഠിച്ചു. ഈ കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി പൂർത്തീകരിച്ചവരുടെ തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതിയാണ്. കാതോരം പദ്ധതി നമ്മൾ പഠിച്ചു. സാമൂഹ്യനീതി വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. കുട്ടികളുടെ ശ്രവണ വൈകല്യങ്ങൾ പരിഹരിച്ചുകൊണ്ടുള്ള കേരള സാമൂഹ്യനീതി വകുപ്പ് മുൻകൈ എടുത്ത് നടപ്പാക്കുന്ന പദ്ധതിയാണ്. ഒരു കുട്ടി ജനിച്ചു വീണത് മുതലുള്ള പരിശോധനയിൽ തുടങ്ങി അവന്റെ ജീവിതചക്രത്തിലെ പ്രധാന മാസങ്ങളിൽ പരിശോധനകൾ നടത്തി
സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അവന്റെ ശ്രവണവൈകല്യം പൂർണ്ണമായി പരിഹരിക്കുന്ന പദ്ധതിയാണ് കാതോരം എന്ന് പറയുന്ന പദ്ധതി. ആ ജീവചക്ര മാസങ്ങൾ എന്ന് പറയുന്നത് 0 മുതൽ 42 മാസമാണ് പറയുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ 1-ാം മാസം, അതിനുശേഷം 3-ാം മാസം, പിന്നെ 6-ാം മാസം, 18-ാം മാസം, 42 മാസം. ഇതാണ് നമ്മളിവിടെ ഓർത്തിരിക്കേണ്ടത്. ഈ പറയുന്ന പദ്ധതികളെല്ലാം തന്നെ നമ്മളൊരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുമ്പോൾ പോലും നമ്മൾ ജീവിതത്തിൽ എന്തായിരിക്കും, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ചിലപ്പോൾ നമുക്ക് കുടുംബത്തിൽ തന്നെ ഇതുപോലെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്നും അറിയാത്തവരാണെങ്കിൽ എന്ത് ചെയ്യാം, ഇതുപോലുള്ള പദ്ധതികളൊക്കെ നമ്മുടെ ഗവൺമെന്റ് നടപ്പിലാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഒരുപക്ഷെ അവർക്കൊരു സഹായം കൂടിയായിരിക്കും നമ്മൾ ഈ പറയുന്ന പദ്ധതികളൊക്കെ പഠിക്കുക വഴി. അപ്പൊ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് വരാം. ഇനി കുട്ടികളുമായി ബന്ധപ്പെട്ട മറ്റൊരു പദ്ധതി നമുക്ക് പരിചയപ്പെടാം. ബാലമുകുളം എന്ന് പറയുന്ന പദ്ധതിയാണ്. ബാലമുകുളം എന്ന് കേൾക്കുമ്പോൾ തന്നെ കുട്ടികളുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. ഇത് ഒരു ആയുർവേദ വകുപ്പിന്റെ പദ്ധതിയാണ്. എന്താണ്? ആയുർവേദ വകുപ്പിന്റെ പദ്ധതിയാണ്. ആയുർവേദ വകുപ്പിന്റെ പദ്ധതിയാണ്. അത് തന്നെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല. മുകുളം എന്ന് പറയുമ്പോൾ തന്നെ ഒരു ആയുർവേദം, ചെടികളുടെയൊക്കെ തളിപ്പ്, അതൊക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആയുർവേദവുമായി ബന്ധപ്പെട്ടതാണ്. അവിടെ നിന്ന് തന്നെ നമുക്ക് ഓർത്തിരിക്കാനായിട്ട് പറ്റും. സ്കൂൾ തല ആരോഗ്യ അവബോധ പദ്ധതിയാണ്. ആയുർവേദ വകുപ്പ് നടത്തുന്ന സ്കൂൾ തല ആരോഗ്യ അവബോധ പദ്ധതിയാണ്. ആരോഗ്യ അവബോധ പദ്ധതിയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ നമ്മളോട് പരിചയപ്പെട്ടത് ബാലമുകുളം പദ്ധതി ആയുർവേദ വകുപ്പിന്റെ സ്കൂൾ തല അവബോധ പദ്ധതിയാണ്, ആരോഗ്യ അവബോധ പദ്ധതിയാണ്. ബാലമുകുളം പദ്ധതി ആരോഗ്യ വകുപ്പിന്റെ സ്കൂൾ തലത്തിലുള്ള ആരോഗ്യ അവബോധ പദ്ധതിയാണ്. സ്കൂൾ തലത്തിലുള്ള ആരോഗ്യ അവബോധ പദ്ധതിയാണ് ബാലമുകുളം എന്ന പദ്ധതി. ഈ കേരള സർക്കാരിന്റെ ലഹരി വിമുക്ത പദ്ധതി ഏത്? കേരള സർക്കാരിന്റെ ലഹരി വിമുക്ത പദ്ധതി ഏതെന്നാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. വിമുക്ത എന്ന് പറയുമ്പോൾ ഒരു വള്ളി ഇട്ട് കൊടുത്താൽ മതി. വിമുക്തി. കേരള സർക്കാരിന്റെ ലഹരി വിമുക്ത പദ്ധതി ഏതാ? വിമുക്തി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ കേരള സർക്കാരിന്റെ ലഹരി വിമുക്ത പദ്ധതി എന്ത് പേരിൽ അറിയപ്പെടുന്നുണ്ടോ? വിമുക്തി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കേരള സർക്കാരിന്റെ ലഹരി വിമുക്ത പദ്ധതി എന്ത് പേരിൽ അറിയപ്പെടുന്നു? വിമുക്തി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി അടുത്തത് നമ്മുടെ മറ്റൊരു പദ്ധതിയാണ്. നമ്മളിവിടെ ബാലമുകുളം പഠിച്ചല്ലോ. ബാലമുകുളം പഠിച്ചു, പിന്നെ ഇപ്പോ വിമുക്തി പഠിച്ചു. ഇനി പരീക്ഷയൊക്കെ ചോദിക്കുന്ന ഒരു പദ്ധതി പഠിക്കാം. അതാണ് ആയുർദളം എന്ന് പറയുന്ന പദ്ധതി. എന്താണ് പദ്ധതിയുടെ പേര്? ആയുർദളം എന്നാണ് പദ്ധതിയുടെ പേര്. ആയുർദളം എന്നാണ് പദ്ധതിയുടെ പേര്. ആയുർദളം. ആയുർദളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരള സർക്കാരിന്റെ, കേരള ഗവൺമെന്റിന്റെ എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതിയാണ്. എന്താണ്? എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതിയാണ്. എയ്ഡ്സ് ബോധവത്കരണ പദ്ധതിയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഓർത്തിരിക്കുക, ആയുർദളം പദ്ധതി മറക്കരുത്. എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതിയാണ് കേരള ഗവൺമെന്റിന്റെ. ഇനി അടുത്തൊരു പദ്ധതി നമ്മുടെ സുകൃതം എന്ന് പറയുന്ന പദ്ധതിയാണ്. സുകൃതം എന്ന് പറയുന്ന പദ്ധതിയാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. മലയാളത്തില് ഒരു പ്രധാനപ്പെട്ട ഒരു ചലച്ചിത്രമാണ് സുകൃതം എന്ന് പറയുന്നത്. ഈ ഒരു ചലച്ചിത്രത്തില് നായകനായിട്ട് അഭിനയിച്ചത് മമ്മൂട്ടിയാണ്. അദ്ദേഹത്തിന് ആ ഒരു സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും, ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ് ഇദ്ദേഹം. എന്താണ്? ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ്. അപ്പൊ ഈ ഒരു സിനിമയൊക്കെ കണ്ടിട്ടാണോ ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നതെന്നും അറിയില്ല. പക്ഷെ ഇതൊക്കെ ഒരു സാമ്യമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുകൃതം എന്ന് പറയുന്ന പദ്ധതി ക്യാൻസർ അവബോധ പദ്ധതിയാണ്. പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആണ് മമ്മൂട്ടി. ആരാണ്? മമ്മൂട്ടി. സുകൃതം പദ്ധതി ക്യാൻസർ അവബോധ പദ്ധതിയാണ്. മമ്മൂട്ടിയാണ് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ. അപ്പൊ സുകൃതം എന്ന് പറയുമ്പോൾ ഈ കാ വെച്ചിട്ട് ക്യാൻസർ എന്നതിലേക്ക് എത്തുക. മമ്മൂട്ടിയാണ് ബ്രാൻഡ് അംബാസിഡർ. എത്രയോ തവണ PSC പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് ഈ ഒരു പദ്ധതി. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആര് തുടങ്ങിയ കാര്യങ്ങൾ. അപ്പൊ നമ്മളുടെ പ്രധാനപ്പെട്ട കുറച്ച് പദ്ധതികളാണ് നമ്മളിവിടെ ചർച്ച ചെയ്ത് ഇനിയും നമുക്ക് അങ്ങോട്ട് പഠിക്കാം. ഞാൻ അടുത്ത് നിങ്ങൾ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ സ്ത്രീകളുടെ സംരക്ഷണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ് നിർഭയ എന്ന് പറയുന്ന പദ്ധതി. നിർഭയ പദ്ധതി നമുക്കറിയാം, നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ദേശീയ നയം രൂപപ്പെട്ടതെന്നാണ്. ദേശീയ നയം രൂപീകരിച്ചത് എന്നാന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് 2001 എപ്പോഴാണ്?
2001. 2013 എന്ത് വരുന്നത്? നമ്മളിവിടെ പരിചയപ്പെടുന്ന നിർഭയ നയം നിലവിൽ വരുന്നത്. നിർഭയ നയം നിലവിൽ വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കണം. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ദേശീയ നയം രൂപീകരിച്ചത് 2001. നിർഭയ നയം വരുന്നത് 2013. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം തടയൽ നിയമം നിലവിൽ വന്നെന്ന തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം തടയൽ നിയമം നിലവിൽ വന്നത് 2013. അപ്പൊ നമ്മൾ പറഞ്ഞെന്താണ്? തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം തടയൽ നിയമം നിലവിൽ വന്നത് 2013. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കണേ. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ദേശീയ നയം രൂപപ്പെട്ടത് 2001. 2013 നിർഭയ നയം നിലവിൽ വന്നത്. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം തടയൽ നിയമം നിലവിൽ വന്നത് 2013. ഈ 2001 മറ്റൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഈ 2001 മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയുടെ സ്ത്രീ ശാക്തീകരണ വർഷമാണ്. അപ്പൊ എന്താണ്? ഇന്ത്യയുടെ സ്ത്രീ ശാക്തീകരണ വർഷമാണ്. സ്ത്രീ ശാക്തീകരണ വർഷമാണ് 2001 എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എന്തെല്ലാം പഠിപ്പിച്ചു? സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ദേശീയ നയം രൂപീകരിച്ചത് 2001. 2013 നിർഭയ നയം നിലവിൽ വന്നത്. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം തടയൽ നിയമം നിലവിൽ വന്നത് 2013. സ്ത്രീ ശാക്തീകരണ വർഷമായിട്ട് ഇന്ത്യ ആചരിച്ചത് 2001. അപ്പൊ ഇവിടെ നമ്മൾ ഈ പരിചയപ്പെടുന്ന നിർഭയ പദ്ധതി എന്ന് പറയുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമമൊക്കെ തടയുക, ലൈംഗിക അതിക്രമം അതിജീവിച്ചവർക്കുള്ള പുനരധിവാസം ഉറപ്പാക്കുക, ഇതൊക്കെയാണ് ഈ നിർഭയ പദ്ധതിയിലൂടെ അപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ നിർഭയ പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? സ്ത്രീകൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കുമെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമം തടയുക. നമുക്കറിയാം നിർഭയ കേസൊക്കെ നമുക്കറിയാം. അപ്പൊ അത് വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ലൈംഗിക അതിക്രമം അതിജീവിച്ചവർക്ക് എന്ത് ചെയ്യണം? പുനരധിവാസം ഉറപ്പാക്കുക. ഇതൊക്കെയാണ് എന്ത്? നിർഭയ പദ്ധതി കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. ഇതിന് ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. ഈ നിർഭയ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ടോൾ ഫ്രീ നമ്പർ എന്ന് പറയുന്നത് 1800-425-1400 എന്നാണ്. 1800-425-1400. അപ്പൊ നിർഭയ പദ്ധതി അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തെല്ലാം പഠിച്ചു? സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ ലൈംഗിക അതിക്രമം തടയുക, ലൈംഗിക അതിക്രമം അതിജീവിച്ചവർക്കുള്ള പുനരധിവാസം ഉറപ്പാക്കുക. ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നു. ഇതിനു വേണ്ടിയിട്ട് ടോൾ ഫ്രീ നമ്പർ 1800-425-1400 എന്നതാണ് ഇതിന്റെ ടോൾ ഫ്രീ നമ്പർ എന്ന് പറയുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമം തടയുന്നതിനുള്ള നിർഭയ പദ്ധതിയുടെ സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റിയുടെ തലവൻ ആരെന്ന് ചോദിച്ചാൽ, സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റിയുടെ തലവൻ ആരെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ മുഖ്യമന്ത്രിയാണ്, ചീഫ് മിനിസ്റ്ററാണ്. എന്താണ് ഞാൻ പറഞ്ഞത്? സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമം തടയുന്നതിനുള്ള നിർഭയ പദ്ധതിയുടെ സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റിയുടെ തലവൻ. അങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾ നേരെ എങ്ങോട്ട് പോയേക്കാം? വനിതാ ശിശു വികസനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള മന്ത്രിയുടെ ഭാഗത്തേക്ക് പോകാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഓർത്തിരിക്കുക, അല്ലെങ്കിൽ സാമൂഹ്യ നീതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ ഭാഗത്തേക്ക് പോകാം. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് എന്ന കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞെന്താണ്? സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമം തടയുന്നതിനുള്ള നിർഭയ പദ്ധതിയുടെ സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റിയുടെ തലവൻ ചോദിച്ചാൽ അത് മുഖ്യമന്ത്രിയാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമം തടയുന്നതിനുള്ള നിർഭയ പദ്ധതിയുടെ സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റിയുടെ തലവൻ മുഖ്യമന്ത്രിയാണ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ പരിചയപ്പെട്ട ആ സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടല്ലോ, സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റിയുടെ വൈസ് ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ആരായിരിക്കും? സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രിയാണ്. സാമൂഹിക നീതി വകുപ്പിന്റെ മന്ത്രിയാണ് നിലവിൽ ആരാ? ആർ ബിന്ദു ആണ്. ആർ ബിന്ദു ആണ് നിലവിൽ. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ടത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള അതിക്രമം തടയുന്നതിനുള്ള നിർഭയ പദ്ധതി. അതിന് ഒരു സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ട്. ആ സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റിയുടെ തലവൻ മുഖ്യമന്ത്രിയാണ്. അതിന് ഒരു വൈസ് ചെയർമാൻ ഉണ്ട്. അത് നമ്മുടെ സാമൂഹ്യ നീതി വകുപ്പിന്റെ മന്ത്രിയാണ്. അത് നിലവിൽ ആരാണ്? നമ്മുടെ ആർ ബിന്ദു ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ആർ ബിന്ദു ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് കൂടാതെ ഇതിന് ആരും കൂടി ഉണ്ടായിരിക്കും. ഈ ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടല്ലോ, അതില് ഇവരെ രണ്ടുപേരെയും കൂടാതെ യുവജനകാര്യ വകുപ്പ് മന്ത്രിയുണ്ട്. യുവജന കാര്യ വകുപ്പ് മന്ത്രിയും ഉണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. അതിപ്പോ ആരാ? സജി ചെറിയാനാണ്. ആരാ? സജി ചെറിയാനാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കൂട്ടോ, നിലവിൽ ആരാണ് യുവജനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? സജി ചെറിയാനാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ പിന്നെ വരുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് വിജിലൻസ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. വിജിലൻസ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്.
അതിപ്പോ ഓൾറെഡി ആരുടെ കയ്യിലാണ് ഉള്ളത്? മുഖ്യമന്ത്രിയുടെ കയ്യിലാണ്. അപ്പൊ അത് മുഖ്യമന്ത്രി തന്നെയാണ് അവിടെയും ഉള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളോടൊപ്പം പറഞ്ഞത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമം തടയുന്നതിനുള്ള നിർഭയ പദ്ധതിക്ക് ഒരു സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ട്. ആ സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റിയിലെ അംഗങ്ങൾ നമ്മൾ പഠിച്ചു. അതിന്റെ തലവനാണ് മുഖ്യമന്ത്രി. അതേ മുഖ്യമന്ത്രിയാണ് ഈ പറയുന്ന നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് വിജിലൻസ്, ആഭ്യന്തര വകുപ്പൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഇതിലൊരു വ്യക്തിയാണ് വിജിലൻസ് ആഭ്യന്തര വകുപ്പ് മന്ത്രി. അപ്പൊ നിലവിൽ അതാര് തന്നെയാണ്? നമ്മുടെ പിണറായി വിജയൻ തന്നെയാണ്. പിന്നെ ഇതിന്റെ വൈസ് ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയാണ്. അത് നിലവിൽ ആരാണ്? ആർ ബിന്ദുവാണ്. പിന്നെ ഇതിൽ യുവജനകാര്യ വകുപ്പ് മന്ത്രിയുണ്ട്. അത് നിലവിൽ ആരാണ്? സജി ചെറിയാനാണ്. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ എന്തൊക്കെയാണ്? ഒന്ന്, മുഖ്യമന്ത്രിയാണ് തലവൻ. പിന്നെ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയാണ് അതിന്റെ വൈസ് ചെയർമാൻ, നിലവിൽ ആർ ബിന്ദുവാണ്. യുവജനകാര്യ വകുപ്പ് മന്ത്രിയുണ്ട്, അത് നിലവിൽ ആരാണ്? സജി ചെറിയാനാണ്. പിന്നെ ഒരാളും കൂടി ഉണ്ട്, വിജിലൻസ് ആഭ്യന്തര വകുപ്പ് മന്ത്രി. അപ്പൊ അങ്ങനെ ഒരാൾ സെപ്പറേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അയാൾ വരുമായിരുന്നു. പക്ഷെ നിലവിൽ ആര് തന്നെയാണുള്ളത്? നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിന്റെ കയ്യിൽ തന്നെയാണ് ഈ വകുപ്പും ഇരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഇതിലേക്ക് വരാം. സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് 34ആണ്. സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് 34ആണ്. സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് എത്രയാണ്? 34ആണ്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് പേരുകളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് എന്താണ്? നമ്മുടെ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ പേര്, അതുപോലെ തന്നെ വൈസ് ചെയർമാന്റെ പേര്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഇനി കേരളത്തിൽ നിർഭയ പദ്ധതി 3 തലത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. ഏറ്റവും താഴെയുള്ള തലം തദ്ദേശ സംവിധാനത്തിലെ ജാഗ്രതാ സമിതിയാണ്. അപ്പൊ നമ്മുടെ കേരളത്തിൽ ഈ നിർഭയ പദ്ധതി ഉണ്ടല്ലോ, നമ്മുടെ കേരളത്തിൽ നിർഭയ പദ്ധതി 3 തലത്തിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മളിപ്പോ പറഞ്ഞ ഈ നിർഭയ പദ്ധതി 3 തലത്തിലാണ് പ്രവർത്തിക്കുന്നത്. 3 തലത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതിൽ ഏറ്റവും താഴെയുള്ള തലം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ പറയുന്ന തദ്ദേശ സംവിധാനത്തിലെ ജാഗ്രതാ സമിതിയാണ്. തദ്ദേശ സംവിധാനത്തിലെ ജാഗ്രതാ സമിതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. സമിതിയാണ്. തദ്ദേശ സംവിധാനത്തിലെ ജാഗ്രതാ സമിതിയാണ്. തദ്ദേശ സംവിധാനത്തിലെ ജാഗ്രതാ സമിതിക്ക് തൊട്ടുമുകളിൽ എന്തുണ്ടായിരിക്കും? ജില്ലാ ഏകോപന സമിതി ഉണ്ട്. എന്താണ്? ജില്ലാ ഏകോപന സമിതിയുണ്ട്. ജില്ലാ ഏകോപന സമിതിയുണ്ട്. ജില്ലാ ഏകോപന സമിതിക്ക് തൊട്ടുമുകളിൽ എന്തായിരിക്കും? സംസ്ഥാന ഏകോപന സമിതിയുണ്ട്. സംസ്ഥാന ഏകോപന സമിതിയുണ്ട്. അപ്പൊ നമ്മളോട് പറഞ്ഞെന്താണ്? നമ്മുടെ കേരളത്തിലെ നിർഭയ പദ്ധതി എത്ര തലത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത്? 3 തലത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഏറ്റവും താഴെയുള്ള തലം തദ്ദേശ സംവിധാനത്തിലെ ജാഗ്രതാ സമിതിയാണ്. പിന്നെ വരുന്നത് ഇതിന്റെ തൊട്ടു മുകളിലായിട്ട് ജില്ലാ ഏകോപന സമിതി, അതിന്റെ തൊട്ടു മുകളിലായിട്ട് സംസ്ഥാന ഏകോപന സമിതിയുമാണ് വരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇതിന്റെ കീഴിലായിട്ട് എന്ത് പ്രവർത്തിക്കുന്നുണ്ട്? നിർഭയ സെല്ല് പ്രവർത്തിക്കുന്നുണ്ട്. നിർഭയ സെല്ല് പ്രവർത്തിക്കുന്നുണ്ട്. വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിൽ സ്റ്റേറ്റ് നിർഭയ സെല്ല് മുഖേന സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ തടയുന്നതിന് വേണ്ടിയിട്ട് കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന നൂതന നയപരിപാടിയാണ് നിർഭയ നയം എന്ന് പറയുന്നത്. അപ്പൊ ഈ നിർഭയ സെല്ലും ഒക്കെ ആയിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് വരുന്നതാണ് എന്ത്? നിർഭയ നയം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞെന്താണ്? നിർഭയ സെല്ല് വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിൽ സ്റ്റേറ്റ് നിർഭയ സെല്ല് മുഖേന സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ട് കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന നയമാണ് ഇത് നിർഭയ നയം എന്ന് പറയുന്നത്. ലൈംഗിക പീഡനം, ലൈംഗിക അതിക്രമം, ലൈംഗിക വൃത്തിക്കും വേണ്ടിയുള്ള മനുഷ്യക്കടത്ത് തുടങ്ങിയവയ്ക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ നിർഭയ നയം മുൻതൂക്കം നൽകുന്നത്. നിർഭയ പോളിസി പ്രകാരം, അതായത് ഈ നിർഭയ നയം പ്രകാരം സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അതിക്രമം തടയുന്നതിന് പ്രതിരോധം, സംരക്ഷണം, നിയമന തട്ടിപ്പ്, അതുപോലെ തന്നെ പുനരധിവാസവും പുനരേകീകരണവും എന്നീ 4 പ്രധാന മേഖലകളിലെ ഇടപെടലുകളാണ് സ്റ്റേറ്റ് നിർഭയ സെല്ല് ലക്ഷ്യമിടുന്നതായിരിക്കും എന്ന് ഓർത്തിരിക്കുക. ഇനി പോലീസിന്റെ എമർജൻസി വുമൺ ഹെൽപ്പ് ലൈൻ നമ്പർ ചോദിച്ചാൽ 112 ആണ്. പോലീസിന്റെ എമർജൻസി വുമൺ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് 112 ആണ്. അപ്പൊ നമ്മൾ ഓർത്തിരിക്കുക, പോലീസിന്റെ വുമൺ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണെന്ന് ചോദിക്കാം. വുമൺ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ 112 ആണെന്ന് ഓർത്തിരിക്കുക. ഇനി സ്ത്രീകളുടെയും അതുപോലെ തന്നെ വനിതകളുടെയും ഒക്കെ ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്. അതില് വനിതകളുടെ ഹെൽപ്പ് ലൈൻ നമ്പറാണ് നമ്മുടെ 1091 എന്ന് പറയുന്നത്. ഇനി കുട്ടികളുടെ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1098 എന്ന് പറയുന്നത്. 1098 എന്ന് പറയുന്നത് അത് ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പറാണ്. പിന്നെ ഈ സ്ത്രീകളുടെ ഹെൽപ്പ് ലൈൻ നമ്പർ ഇപ്പോൾ 181 ഇത് പ്രവർത്തിക്കുന്നുണ്ട്.
അപ്പം 1091 ഉണ്ട്, 181 ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന 181 നമ്മൾ മിത്ര ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് വിളിക്കുന്നത്. ഈ 181 ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ മിത്ര ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് വിളിക്കുന്നത്. ഇനി 1098 ആണ് എന്ത്, ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ. അതുപോലെ പോലീസിന്റെ എമർജൻസി വുമൺ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 112 എന്ന് പറയുന്നത്. 112 എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയാം. പോലീസിന്റെ എമർജൻസി വുമൺ ഹെൽപ്പ് ലൈൻ നമ്പർ ചോദിച്ചാൽ, പോലീസിന്റെ എമർജൻസി വുമൺ ഹെൽപ്പ് ലൈൻ നമ്പർ ചോദിച്ചാൽ 112. പോലീസിന്റെ എമർജൻസി വുമൺ ഹെൽപ്പ് ലൈൻ നമ്പർ ചോദിച്ചാൽ 112. ഇനി സ്ത്രീകളുടെ വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ ചോദിച്ചാൽ 1091 ഉണ്ട്, 181 ഉണ്ട്. ഈ 181 ആണ് നമ്മൾ മിത്ര ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറയുക. എന്താണ് മിത്ര ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറയാം. ഇനി ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1098 എന്ന് പറയുന്നത്. 1098. 91ഉം 98. 1 എന്താ വുമൺ ആണ്, 8 എന്താ ചൈൽഡ് ആണ്, 181 എന്താ മിത്ര ഹെൽപ്പ് ലൈൻ ആണ്. അതുപോലെ തന്നെ 1091 ആണ് ഈ പറയുന്ന സ്ത്രീകളുടെ വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ. പോലീസിന്റെ എമർജൻസി വുമൺ ഹെൽപ്പ് ലൈൻ നമ്പറാണ് നമ്മൾ ഈ പറഞ്ഞ 112 എന്ന് പറയുന്നത്. എന്താണ് 112 എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇത്ര നേരം പരിചയപ്പെടുത്തിയ നിർഭയ പദ്ധതി, നിർഭയ പദ്ധതി, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒരിക്കൽ കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്, നിങ്ങളൊന്ന് കേട്ടിരിക്കുക. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ദേശീയ നയം രൂപപ്പെട്ടത് എന്നാണ് നമ്മൾ പഠിച്ചു, 2001. 2013 നിർഭയ നയം നിലവിൽ വന്നത് എന്ന് നമ്മൾ പഠിച്ചു, 2013. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം തടയൽ നിയമം നിലവിൽ വന്നത് എന്താണെന്ന് വെച്ചാലും 2013 തന്നെയാണ്. ഇന്ത്യയുടെ സ്ത്രീ ശാക്തീകരണ വർഷം നമ്മൾ പഠിച്ചു, 2001 നമ്മൾ പഠിച്ചു. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ ലൈംഗിക അതിക്രമം തടയുക, ലൈംഗിക അതിക്രമം അതിജീവിച്ചവർക്കുള്ള പുനരധിവാസം ഉറപ്പാക്കുക തുടങ്ങിയവയാണ് നാം ഇവിടെ പരിചയപ്പെട്ട നിർഭയ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നിർഭയ പദ്ധതിയുമായി ബന്ധപ്പെട്ട ടോൾ ഫ്രീ നമ്പർ പഠിച്ചു, 1800-425-1400 എന്നതാണ് ടോൾ ഫ്രീ നമ്പർ. 1800-425-1400. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമം തടയുന്നതിനുള്ള നിർഭയ പദ്ധതിയുടെ സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റിയുടെ തലവൻ ആരെന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രിയാണെന്ന് കാര്യം ഓർത്തിരിക്കുക. പിന്നെ വൈസ് ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ സാമൂഹ്യ നീതി വകുപ്പിന്റെ മന്ത്രിയാണ്, നിലവിലത് ആർ ബിന്ദു ആണെന്ന് നമ്മൾ പഠിച്ചു. ഇതുകൂടാതെ ഇതിൽ യുവജനകാര്യ വകുപ്പ് മന്ത്രിയുണ്ട്, അതേപോലെ തന്നെ വിജിലൻസ് ആഭ്യന്തര വകുപ്പ് മന്ത്രി, അത് നിലവിൽ നമ്മുടെ പിണറായി വിജയൻ സാറാണ്. അതോടൊപ്പം തന്നെ യുവജനകാര്യ വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ്. ഇതുകൂടാതെ സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റിയിൽ ടോട്ടൽ 34ഓളം അംഗങ്ങളുണ്ട് എന്നും കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നിർഭയ പദ്ധതി എത്ര തലത്തിലൂടെയാണ് നടത്തുന്നത് നമ്മൾ പഠിച്ചു, 3 തലത്തിലാണെന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഏറ്റവും താഴേക്ക് വരുമ്പോൾ, ഏറ്റവും താഴെ എന്ന് പറയുന്നത് തദ്ദേശ സംവിധാനത്തിലെ ജാഗ്രതാ സമിതിയാണെന്ന് പഠിച്ചു. ജാഗ്രതാ സമിതിയാണ്, അത് തദ്ദേശ സംവിധാനത്തിലാണ് അത് പ്രവർത്തിക്കുക. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് അത് പ്രവർത്തിക്കുക. ഇനി അതിന്റെ മുകളിലായിട്ട് ഏത് വരും, ജില്ലാ ഏകോപന സമിതി വരും എന്ന് നമ്മൾ പഠിച്ചു. ജില്ലാ ഏകോപന സമിതി. അതിന്റെ മുകളിൽ എന്തായിരിക്കും, സംസ്ഥാന ഏകോപന സമിതി. അപ്പോൾ നമ്മൾ പറഞ്ഞെന്താണ്, കേരളത്തിലെ നിർഭയ പദ്ധതി 3 തലത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. ഏറ്റവും താഴെ തദ്ദേശ സംവിധാനത്തിലെ ജാഗ്രതാ സമിതി, പിന്നെ അതിന്റെ തൊട്ടു മുകളിലായിട്ട് ജില്ലാ ഏകോപന സമിതി, അതിന്റെ തൊട്ടു മുകളിലായിട്ട് സംസ്ഥാന ഏകോപന സമിതി. ഇനി നമ്മൾ ഒരു നിർഭയ സെല്ലുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുപോയി. വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിൽ സ്റ്റേറ്റ് നിർഭയ സെൽ മുഖേന സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ തടയുന്നതിനായിട്ട് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന നൂതന നയപരിപാടിയാണ് നിർഭയ നയം എന്ന് പറയുന്നത്. നിർഭയ സെൽ മുഖേനയാണ് ഇത് നടപ്പിലാക്കുന്നത്. ലൈംഗിക പീഡനം, ലൈംഗിക അതിക്രമം, ലൈംഗിക വൃത്തിക്ക് വേണ്ടിയുള്ള മനുഷ്യക്കടത്ത് തുടങ്ങിയവയ്ക്കെതിരെ ശക്തമായ പ്രവർത്തനങ്ങൾക്കാണ് നിർഭയ പോളിസി മുൻതൂക്കം നൽകുന്നത്. നിർഭയ പോളിസി പ്രകാരം സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അതിക്രമം തടയുന്നതിന് പ്രതിരോധം, സംരക്ഷണം, നിയമന തട്ടിപ്പ്, പുനരധിവാസവും പുനരേകീകരണവും എന്ന് 4 പ്രധാന മേഖലകളിലെ ഇടപെടലുകളാണ് സ്റ്റേറ്റ് നിർഭയ സെല്ല് ലക്ഷ്യമിടുന്നതാരും ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ കുറച്ച് എമർജൻസി നമ്പർ പഠിച്ചു. പോലീസിന്റെ എമർജൻസി വുമൺ ഹെൽപ്പ് ലൈൻ നമ്പർ 112, സ്ത്രീകളുടെ വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ 1091, പിന്നെ 181 നമ്മൾ പഠിച്ചു മിത്ര ഹെൽപ്പ് ലൈൻ നമ്പർ, പിന്നെ നമ്മൾ പഠിച്ചു 1098 ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ. ഇതെല്ലാം PSC പലതവണയായിട്ട് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന അടുത്തത് ഈ സ്റ്റേറ്റ് നിർഭയ സെൽ ഉണ്ടല്ലോ. നിർഭയ സെൽ നമ്മൾ പറഞ്ഞു, നിർഭയ സെൽ മുഖേനയാണ് ഈ നിർഭയ പദ്ധതിയൊക്കെ നടപ്പിലാക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഈ സ്റ്റേറ്റ് നിർഭയ സെൽ ഉണ്ട്, അതിന്റെ കീഴിൽ വരുന്ന ഒന്നാണ് വിമൺ ആൻഡ് ചിൽഡ്രൻ ഹോം എന്ന് പറയുന്നത്. എന്താണ് വിമൺ ആൻഡ് ചിൽഡ്രൻ ഹോം എന്ന് പറയുന്നത്, ചിൽഡ്രൻ ഹോം എന്ന് പറയുന്നത്. അതായത് ഈ വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിലെ സ്റ്റേറ്റ് നിർഭയ സെല്ലിന്റെ നേതൃത്വത്തിൽ ലൈംഗിക അതിക്രമങ്ങൾ അതിജീവിച്ചവർക്ക് സുരക്ഷിത അഭയം നൽകുന്നതിന് രൂപം നൽകിയതാണ് വിമൺ ആൻഡ് ചിൽഡ്രൻ ഹോം എന്ന് പറയുന്നത്. നിലവിൽ 13 ഹോമുകളാണുള്ളത്. വിമൺ ആൻഡ് ചിൽഡ്രൻ ഹോമുകളിലെ താമസക്കാരുടെ പുനരധിവാസത്തിന് ആവശ്യമായ വിദ്യാഭ്യാസം, തൊഴിൽ പരിശീലനം, കൗൺസിലിംഗ്, വൈദ്യസഹായം, നിയമസഹായം എന്നിവ ഹോമുകളിലൂടെ എന്നാണ് നൽകി വരുന്നു എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ എന്താണ് വിമൺ ചിൽഡ്രൻ ഹോം എന്ന് പറഞ്ഞാൽ, വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിലെ സ്റ്റേറ്റ് നിർഭയ സെല്ലിന്റെ നേതൃത്വത്തിൽ ലൈംഗിക അതിക്രമങ്ങൾ അതിജീവിച്ചവർക്ക് സുരക്ഷിത അഭയം നൽകുന്നതിന് രൂപം നൽകിയതാണ്
വിമൺ ആൻഡ് ചിൽഡ്രൻ ഹോം എന്ന് പറയാം. അപ്പൊ ഹോമിൽ നിന്ന് തന്നെ സുരക്ഷിത അഭയം കൊടുക്കുക, അതിലേക്ക് നമുക്ക് കണക്ട് ചെയ്ത് എത്താനായിട്ട് പറ്റും. ഇനി മറ്റൊന്നെന്ന് പറയുന്നത് മോഡൽ ഷെൽട്ടർ ഹോമാണ്. മോഡൽ ഷെൽട്ടർ ഹോമാണ് അടുത്തത്. അതായത് 12 വയസ്സിന് താഴെയുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് അതിജീവിച്ചവർക്ക് വേണ്ടി തിരുവനന്തപുരം ജില്ലയിൽ 2018 നവംബർ 16 മോഡൽ ഷെൽട്ടർ ഹോം പ്രവർത്തനം ആരംഭിച്ചു. അപ്പൊ 12 വയസ്സിന് താഴെയുള്ള 12 വയസ്സിന് താഴെ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ 12 വയസ്സിന് താഴെയുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് അതിജീവിച്ചവർക്ക് വേണ്ടിയിട്ട് തിരുവനന്തപുരം ജില്ലയിലാണ് 2018 നവംബർ 16 മോഡൽ ഷെൽട്ടർ ഹോം പ്രവർത്തനം ആരംഭിച്ചെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് തേജോമയ ഹോം ആഫ്റ്റർ കെയർ ഹോം എന്ന് പറയാം. തേജോമയ ഹോം ആഫ്റ്റർ കെയർ ഹോം എന്നാണ്. ആഫ്റ്റർ കെയർ ഹോം നിലവിലെ വിമൺ ആൻഡ് ചിൽഡ്രൻ ഹോമിൽ താമസിച്ചു വരുന്നവരിൽ ജോലി ലഭിച്ചവർക്കും ജോലി ലഭിക്കാൻ സാധ്യതയുള്ളവർക്കും വേണ്ടിയിട്ടുള്ള ഹോമും സ്കിൽ ട്രെയിനിങ്ങും നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു ഈ തേജോമയ ഹോം ആഫ്റ്റർ കെയർ ഹോമിലൂടെ. അപ്പൊ നമ്മളിപ്പോൾ ഓൾറെഡി ഒന്ന് പഠിച്ചു വിമൺ ആൻഡ് ചിൽഡ്രൻ ഹോം എന്ന് പറയുന്നത്. അപ്പൊ നിലവിൽ ഈ പറയുന്ന വിമൺ ആൻഡ് ചിൽഡ്രൻ ഹോമിൽ താമസിച്ചു വരുന്നവർ ജോലി ലഭിച്ചവർക്കും അതോടൊപ്പം ജോലി ലഭിക്കാൻ സാധ്യതയുള്ളവർക്കും വേണ്ടിയുള്ള ഹോമും സ്കിൽ ട്രെയിനിങ്ങും നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു ഈ പറയുന്ന തേജോമയ ഹോം ആഫ്റ്റർ കെയർ ഹോമിലൂടെ. ഇനി അടുത്തത് ഇന്റഗ്രേറ്റഡ് കെയർ സെന്റർ ആണ്. അടുത്തൊരു ടേം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇന്റഗ്രേറ്റഡ് കെയർ സെന്റർ എന്നാണ്. എന്താണ് ഇന്റഗ്രേറ്റഡ് കെയർ സെന്റർ? ഇന്റഗ്രേറ്റഡ് കെയർ സെന്റർ വിമൺ ആൻഡ് ചിൽഡ്രൻ ഹോമിലെ നിലവിലെ താമസക്കാരിൽ ഗർഭകാലം മുതൽ ഗർഭാനന്തരം വരെയുള്ള പരിചരണം ആവശ്യമുള്ളവർക്കും പ്രത്യേക പരിഗണനയും സുരക്ഷയും നൽകുന്നതിന് ആവിഷ്കരിച്ചതാണ് ഇന്റഗ്രേറ്റഡ് കെയർ സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ ആദ്യം പഠിച്ച ഈ വിമൺ ആൻഡ് ചിൽഡ്രൻ ഹോം ഉണ്ട്. ആ വിമൺ ആൻഡ് ചിൽഡ്രൻ ഹോമിലെ നിലവിലെ താമസക്കാരിൽ ഗർഭകാലം മുതൽ ഗർഭാനന്തരം വരെയുള്ള പരിചരണം ആവശ്യമുള്ളവർക്കും പ്രത്യേക പരിഗണനയും സുരക്ഷയും നൽകുന്നതിന് ആവിഷ്കരിച്ചതാണ് ഇന്റഗ്രേറ്റഡ് കെയർ ഹോം എന്ന് പറയുന്നത്. ഇന്റഗ്രേറ്റഡ് കെയർ ഹോം എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഹോം ഫോർ മെന്റൽ ഹെൽത്ത് ആണ്. ഹോം ഫോർ മെന്റൽ ഹെൽത്ത് ഓർത്തിരിക്കുക. ഹോം ഫോർ മെന്റൽ ഹെൽത്ത് വിമൺ ആൻഡ് ചിൽഡ്രൻ ഹോമിലെ നിലവിലെ താമസക്കാർ മാനസിക വെല്ലുവിളി നേരിടുന്നവരും കടുത്ത മാനസികാഘാതമുള്ളവർക്കും പ്രത്യേക പരിചരണം ആവശ്യമുള്ളവർക്കും വേണ്ടിയിട്ട് ആവിഷ്കരിച്ചതാണ് ഹോം ഫോർ മെന്റൽ ഹെൽത്ത്. ആ പേരിൽ നിന്ന് നമുക്ക് കിട്ടും. മാനസിക വെല്ലുവിളി അതിജീവിച്ചവർക്ക് വേണ്ടി പരിചരണം നൽകുന്ന പദ്ധതിയാണ് ഈ പറയുന്ന സ്നേഹക്കൂട് എന്ന് പറയുന്ന പദ്ധതി. മാനസിക വെല്ലുവിളി അതിജീവിച്ചവർക്ക് വേണ്ടിയിട്ട് പരിചരണം നൽകുന്ന ഒരു പദ്ധതി നമ്മൾ പഠിക്കാറുണ്ട്. അതേതാണ്? സ്നേഹക്കൂട് എന്ന് പറയുന്ന പദ്ധതി. ഇതിനോടൊപ്പം തന്നെ ഒന്ന് ഓർത്തിരിക്കുക. മാനസിക വെല്ലുവിളി അതിജീവിച്ചവർക്ക് പരിചരണം നൽകുന്ന പദ്ധതിയാണ് ഇത് സ്നേഹക്കൂട് എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ ഞാനിവിടെ പരിചയപ്പെടുത്തിയത് നമ്മുടെ സ്റ്റേറ്റ് നിർഭയ സെൽ മുഖേന നടപ്പിലാക്കുന്ന കുറച്ച് പരിപാടികളാണ്. അതിലൊന്ന് വുമൺ ആൻഡ് ചിൽഡ്രൻ ഹോം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു. അതിനുശേഷം പഠിച്ചത് മോഡൽ ഷെൽട്ടർ ഹോം പഠിച്ചു. പിന്നെ തേജോമയ ഹോം ആഫ്റ്റർ കെയർ ഹോം പഠിച്ചു. പിന്നെ ഇന്റഗ്രേറ്റഡ് കെയർ സെന്ററും നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ ഹോം ഫോർ മെന്റൽ ഹെൽത്ത് നമ്മൾ പഠിച്ചു. ഇതൊക്കെ ഇതിന്റെ ഉള്ളിൽ വരുന്നതാണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. എങ്ങാനും ഇതിനുള്ളിൽ നിന്ന് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതായിരിക്കും. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്നും കൂടെ പറഞ്ഞു പോവുകയാണ്, കേട്ടിരിക്കുക. ഞാനിവിടെ പറഞ്ഞത് സ്റ്റേറ്റ് നിർഭയ സെൽ മുഖേന നടപ്പിലാക്കുന്ന പരിപാടികളാണ്. വിമൺ ആൻഡ് ചിൽഡ്രൻ ഹോം എന്നാണ് ആദ്യം പരിചയപ്പെടുത്തിയത്. വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിലെ സ്റ്റേറ്റ് നിർഭയ സെല്ലിന്റെ നേതൃത്വത്തിൽ ലൈംഗിക അതിക്രമങ്ങൾ അതിജീവിച്ചവർക്ക് സുരക്ഷിത അഭയം നൽകുന്നതിന് രൂപം നൽകിയതാണ് വിമൺ ആൻഡ് ചിൽഡ്രൻ ഹോം എന്ന് പറയുന്നത്. നിലവിൽ 13 ഹോമുകളാണ് ഉള്ളത്. വിമൺ ആൻഡ് ചിൽഡ്രൻ ഹോമുകളിലെ താമസക്കാരുടെ പുനരധിവാസത്തിന് ആവശ്യമായ വിദ്യാഭ്യാസം, തൊഴിൽ പരിശീലനം, കൗൺസിലിംഗ്, വൈദ്യസഹായം, നിയമസഹായം എന്നിവ ഹോമുകളിലൂടെ നൽകി വരുന്നു. രണ്ടാമത് നമ്മളിവിടെ ചർച്ച ചെയ്തത് മോഡൽ ഷെൽട്ടർ ഹോം എന്നതാണ്. മോഡൽ ഷെൽട്ടർ ഹോം എന്നതാണ് രണ്ടാമത് പഠിച്ചത്. 12 വയസ്സിന് താഴെയുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് അതിജീവിച്ചവർക്ക് വേണ്ടി തിരുവനന്തപുരം ജില്ലയിൽ 2018 നവംബർ 16 ഷെൽട്ടർ ഹോം, മോഡൽ ഷെൽട്ടർ ഹോം പ്രവർത്തനം ആരംഭിച്ചു. അവിടെ കൃത്യമായിട്ട് എടുത്തു പറഞ്ഞു 12 വയസ്സിന് താഴെയുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് അതിജീവിച്ചവർക്ക് വേണ്ടിയിട്ട് തിരുവനന്തപുരം ജില്ലയിൽ 2018 നവംബർ 16 മോഡൽ ഷെൽട്ടർ ഹോം എന്നാണ് പ്രവർത്തനം ആരംഭിച്ചു. പിന്നെ ഞാൻ നിങ്ങൾ മുന്നിൽ പരിചയപ്പെടുത്തിയത് തേജോമയ ഹോം ആഫ്റ്റർ കെയർ ഹോം എന്ന് പറയുന്നതാണ്. നിലവിൽ വിമൺ ആൻഡ് ചിൽഡ്രൻ ഹോമിൽ താമസിച്ചു വരുന്നവരിൽ ജോലി ലഭിച്ചവർക്കും ജോലി ലഭിക്കാൻ സാധ്യതയുള്ളവർക്കും വേണ്ടിയിട്ടുള്ള ഹോമും സ്കിൽ ട്രെയിനിങ്ങും നൽകുന്നതിനായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു ഈ പറയുന്ന തേജോമയ ഹോം ആഫ്റ്റർ കെയർ ഹോമിലൂടെ. അതിനുശേഷം നമ്മൾ പരിചയപ്പെട്ടത് ഇന്റഗ്രേറ്റഡ് കെയർ സെന്റർ എന്ന് പറയുന്ന ഒരു ഇതാണ് നമ്മൾ പഠിച്ചത്.
വിമള ചിൽഡ്രൻ ഹോമിലെ നിലവിലെ താമസക്കാരിൽ ഗർഭകാലം മുതൽ ഗർഭാനന്തരം വരെയുള്ള പരിചരണം ആവശ്യമുള്ളവർക്കും പ്രത്യേക പരിഗണനയും സുരക്ഷയും നൽകുന്നതിന് ആവിഷ്കരിച്ചതാണ് ഇന്റഗ്രേറ്റഡ് കെയർ സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ കെയർ വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇനി ഹോം ഫോർ മെന്റൽ ഹെൽത്തും അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെന്റൽ ഹെൽത്ത് ആണ്. വിമള ചിൽഡ്രൻ ഹോമിലെ നിലവിലെ താമസക്കാരിൽ മാനസിക വെല്ലുവിളി നേരിടുന്നവരും കടുത്ത മാനസികാഘാതം ഉള്ളവർക്കും പ്രത്യേക പരിചരണം ആവശ്യമുള്ളവർക്കും വേണ്ടിയിട്ട് ആവിഷ്കരിച്ചതാണ്. മാനസിക വെല്ലുവിളി അതിജീവിക്കുന്നവർക്ക് വേണ്ടി പരിചരണം നൽകുന്ന ഒരു പദ്ധതിയുടെ പേര് നമ്മൾ പഠിച്ചു, സ്നേഹക്കൂട് എന്ന് പറയുന്ന പദ്ധതി. സ്നേഹക്കൂട് എന്ന് പറയുന്ന പദ്ധതി മാനസിക വെല്ലുവിളി അതിജീവിച്ചവർക്ക് വേണ്ടി പരിചരണം നൽകുന്ന പദ്ധതിയാണ് സ്നേഹക്കൂട് എന്ന് പറയുന്ന പദ്ധതി. സ്നേഹക്കൂട് എന്ന് പറയുന്ന പദ്ധതി മാനസിക വെല്ലുവിളി അതിജീവിച്ചവർക്ക് വേണ്ടി പരിചരണം നൽകുന്ന പദ്ധതിയാണ് സ്നേഹക്കൂട് എന്ന് പറയുന്ന പദ്ധതി. ഈ ഒരു പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ് വൺ സ്റ്റോപ്പ് സെന്റർ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വന്നിട്ടുള്ളതാണ് വൺ സ്റ്റോപ്പ് സെന്റർ. എന്താണ് വൺ സ്റ്റോപ്പ് സെന്റർ എന്ന് പറയുന്നത്? ഇതാണ് നമ്മൾ ഇനി ഒന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. വൺ സ്റ്റോപ്പ് സെന്റർ. അപ്പൊ വൺ സ്റ്റോപ്പ് സെന്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറും, അപ്പൊ ഇവിടെ ആദ്യത്തെ ഇത് പറയാണ് 24 മണിക്കൂറും സ്ത്രീകളുടെ സുരക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് എന്ത്? വൺ സ്റ്റോപ്പ് സെന്റർ എന്ന് പറയുന്നത്. 24 മണിക്കൂറും സ്ത്രീകളുടെ സുരക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് വൺ സ്റ്റോപ്പ് സെന്റർ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ പഠിക്കുന്ന ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴെങ്കിലും ഇതൊക്കെ എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരു സംഭവമൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിലായിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, പഠിക്കണ പോലെ തന്നെ ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടെന്ന് അവരെയും കൂടെ അറിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഗുണകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും അല്ലെ. അപ്പോൾ വൺ സ്റ്റോപ്പ് സെന്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 24 മണിക്കൂറും സ്ത്രീകളുടെ സുരക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണിത് വൺ സ്റ്റോപ്പ് സെന്റർ എന്ന് പറയുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായി വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങൾ തടയുന്നതിനും അതിക്രമങ്ങൾ അതിജീവിച്ചവർക്ക് ആവശ്യമായ വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനം ഇതിലൂടെ ഒരുക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഒന്നാമത്തെ കാര്യം പറയുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങൾ തടയുക. അതിക്രമങ്ങൾ അതിജീവിച്ചവർക്ക് എന്താണ് ആവശ്യമായിട്ടുള്ള വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനം, കൗൺസിലിംഗ് പോലുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കുന്നു. ഇനി എമർജൻസി ഷോർട്ട് സ്റ്റേ ഹോം ഇതിലൂടെ കൊടുക്കുന്നതാണ്. എമർജൻസി ഷോർട്ട് സ്റ്റേ ഹോം, എമർജൻസി ഷോർട്ട് സ്റ്റേ ഹോം. നമുക്ക് എമർജൻസി ആയിട്ടൊക്കെ സ്റ്റേ ചെയ്യാനായിട്ട് ഒക്കെ ഉള്ള ഒരു ഹോം ഫെസിലിറ്റി. അതുപോലെ തന്നെ വൈദ്യസഹായം, കൗൺസിലിംഗ്, വൈദ്യസഹായം അതുപോലെ തന്നെ കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്നു. കൗൺസിലിംഗ് ഒക്കെ ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? നൽകുന്നുണ്ട്. ഇനി പോലീസിന്റെ സഹായം, നിയമസഹായം, സുരക്ഷിത അഭയം. പോലീസിന്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ അത് കിട്ടും, നിയമസഹായം വേണമെങ്കിൽ അത് കിട്ടും, സുരക്ഷിത അഭയം ഒക്കെ ഇതിലൂടെ കൊടുക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞതാണ് വൺ സ്റ്റോപ്പ് സെന്റർ എന്താണെന്നാണ്. 24 മണിക്കൂറും സ്ത്രീകളുടെ സുരക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് വൺ സ്റ്റോപ്പ് സെന്റർ എന്ന് പറയുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങൾ തടയുന്നതിനും അതിക്രമങ്ങൾ അതിജീവിച്ചവർക്ക് ആവശ്യമായ വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനം, എമർജൻസി ഷോർട്ട് സ്റ്റേ ഹോം കൊടുക്കുന്നു. അതേപോലെ തന്നെ വൈദ്യസഹായം, കൗൺസിലിംഗ്, പോലീസിന്റെ സഹായം, നിയമസഹായം, സുരക്ഷിത അഭയം ഇതൊക്കെ നൽകുന്നത് ഈ പറയുന്ന വൺ സ്റ്റോപ്പ് സെന്റർ ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. എന്നീ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തി ആവർത്തിച്ച് ഇരയാക്കപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് സഖി വൺ സ്റ്റോപ്പ് സെന്റർ എന്ന് പറയുന്നത്. കേന്ദ്ര സർക്കാരിന്റെ 100% ധനസഹായത്തോടെ വനിതാ ശിശു വികസന വകുപ്പിലെ സ്റ്റേറ്റ് നിർഭയാസൽ നോഡൽ ഏജൻസിയായി ജില്ലാ കളക്ടർ അധ്യക്ഷനായ ടാസ്ക് ഫോഴ്സ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്കീം നടപ്പിലാക്കി വരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഘടന എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ 100% എന്താണ് ധനസഹായമുണ്ട്. വനിതാ ശിശു വികസന വകുപ്പിലെ സ്റ്റേറ്റ് നിർഭയാസൽ നോഡൽ ഏജൻസിയാണ് വനിതാ ശിശു വികസന വകുപ്പിലെ സ്റ്റേറ്റ് നിർഭയാസൽ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടേ ഉള്ളൂ. അത് നോഡൽ ഏജൻസി ആയിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നു. അതേപോലെ തന്നെ ഇതിന്റെ അധ്യക്ഷനായിട്ട് ജില്ലാ കളക്ടർ വരുന്നു. ജില്ലാ കളക്ടർ അധ്യക്ഷനായ ഒരു ടാസ്ക് ഫോഴ്സ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ സ്കീം എന്ത് ചെയ്യുന്നത്? നടപ്പിലാക്കി വരുന്നത്. പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയാം. കേന്ദ്ര സർക്കാരിന്റെ 100% ധനസഹായത്തോടെ വനിതാ ശിശു വികസന വകുപ്പിലെ സ്റ്റേറ്റ് നിർഭയാസൽ നോഡൽ ഏജൻസിയായി ജില്ലാ കളക്ടർ അധ്യക്ഷനായ ടാസ്ക് ഫോഴ്സ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്കീം നടപ്പിലാക്കുന്നത്. വൺ സ്റ്റോപ്പ് സെന്ററിനെ സഖി വൺ സ്റ്റോപ്പ് സെന്റർ എന്ന് എന്ത് ചെയ്യുന്നത്? വിളിക്കുന്നുണ്ടെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയാൻ പോവാണ്, ശ്രദ്ധയോടെ കേട്ടിരിക്കുക. എല്ലാം എഴുതി ഇവിടെ കാണിക്കാൻ പരിമിതികളുണ്ട്, അതുകൊണ്ടാണ് ശ്രദ്ധയോടെ കേട്ടിരിക്കാൻ പറയുന്നത്. ഞാൻ ആ ഒരു രീതിയിൽ വളരെ സ്ലോ ആയിട്ടായിരിക്കും പറയാം. ഒരു വട്ടം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് വൺ സ്റ്റോപ്പ് സെന്ററിനെ കുറിച്ചാണ്. വൺ സ്റ്റോപ്പ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ ഞാനിവിടെ പറയാൻ പോവുകയാണ്. ഒന്നാമത്തെ പോയിന്റ്, 24 മണിക്കൂറും സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് വൺ സ്റ്റോപ്പ് സെന്റർ എന്ന് പറയുന്നത്. ഇതിലൂടെ എന്തെല്ലാമാണ് മുന്നോട്ട് വെക്കുന്നത്? ഒന്നാമത്തെ പോയിന്റ് പറയുന്നു, സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങൾ തടയുന്നതിനും അതിക്രമങ്ങൾ അതിജീവിച്ചവർക്ക് ആവശ്യമായ വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനം, എമർജൻസി ഷോർട്ട് സ്റ്റേ ഹോം,
വൈദ്യസഹായം, കൗൺസിലിംഗ്, പോലീസിന്റെ സഹായം, നിയമസഹായം, സുരക്ഷിത അഭയം എന്നിവയാണ് നൽകുന്നത്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ഈ പറഞ്ഞ എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തി ആവർത്തിച്ചിരയാക്കപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് സഖി വൺ സ്റ്റോപ്പ് സെന്റർ. നമ്മളിപ്പോൾ പരിചയപ്പെട്ട വൺ സ്റ്റോപ്പ് സെന്ററിനെ സഖി വൺ സ്റ്റോപ്പ് സെന്റർ എന്നും പറയുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. കേന്ദ്ര സർക്കാരിന്റെ 100% ധനസഹായത്തോടെ വനിതാ ശിശു വികസന വകുപ്പിലെ സ്റ്റേറ്റ് നിർഭയ സെൽ നോഡൽ ഏജൻസിയായി ജില്ലാ കളക്ടർ അധ്യക്ഷനായ ടാസ്ക് ഫോഴ്സ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നമ്മളിവിടെ പരിചയപ്പെട്ട ഈ ഒരു സ്കീം നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ പോയിന്റുകൾ ഓർത്തിരിക്കുക. കേന്ദ്ര സർക്കാരിന്റെ 100% ധനസഹായത്തോടെ വനിതാ ശിശു വികസന വകുപ്പിലെ സ്റ്റേറ്റ് നിർഭയ സെൽ നോഡൽ ഏജൻസിയായിട്ട് ജില്ലാ കളക്ടർ അധ്യക്ഷനായിട്ടുള്ള ഒരു ടാസ്ക് ഫോഴ്സ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു സ്കീം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കി വരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. വൺ സ്റ്റോപ്പ് സെന്ററിനെയാണ് സഖി വൺ സ്റ്റോപ്പ് സെന്റർ എന്ന് വിളിക്കുന്നത് എന്ന പോയിന്റും ഇതിനോടൊപ്പം തന്നെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന ഒരു ഇതാണ് ആശ്വാസനിധി എന്ന് പറയുന്നത്. ഈ ഒരു ക്ലാസ്സിൽ ഞാൻ അവസാനമായിട്ട് പറയുന്നത് ആശ്വാസനിധി എന്ന് പറയുന്നതാണ്. ലൈംഗിക അതിക്രമങ്ങൾ, ആശ്രിതാക്രമങ്ങൾ, നിഷ്ഠൂരമായ കുറ്റകൃത്യങ്ങൾ, ജെൻഡർ ബേസ്ഡ് അതിക്രമങ്ങൾ എന്നിവ അതിജീവിച്ച സ്ത്രീകൾക്കും കുട്ടികൾക്കും അടിയന്തര ധനസഹായം നൽകുന്നതിനായിട്ട് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് ആശ്വാസനിധി എന്ന് പറയുന്നത്. അപ്പോൾ ലൈംഗിക അതിക്രമങ്ങൾ, അതുപോലെ ആസിഡ് ആക്രമണങ്ങൾ, അതുപോലെ നിഷ്ഠൂരമായ കുറ്റകൃത്യങ്ങൾ, ജെൻഡർ ബേസ്ഡ് അതിക്രമങ്ങൾ എന്നിവ അതിജീവിച്ച സ്ത്രീകൾക്കും കുട്ടികൾക്കും അടിയന്തര ധനസഹായം നൽകുന്നതിനായിട്ട് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് എന്ത് ആശ്വാസനിധി എന്ന് പറയുന്നത്. അപ്പൊ നിധിയിൽ നിന്ന് തന്നെ ഓർത്തിരിക്കുക, അടിയന്തര ധനസഹായമാണ് ഇവിടെ ലഭിക്കുക. അപ്പൊ ലൈംഗിക അതിക്രമങ്ങൾ, അതുപോലെ ആസിഡ് ആക്രമണങ്ങൾ, അതുപോലെ നിഷ്ഠൂരമായ കുറ്റകൃത്യങ്ങൾ, ജെൻഡർ ബേസ്ഡ് അതിക്രമങ്ങൾ എന്നിവ അതിജീവിച്ച സ്ത്രീകൾക്കും കുട്ടികൾക്കും അടിയന്തര ധനസഹായം നൽകുന്നതിനായിട്ട് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതിയാണ് ആശ്വാസനിധി എന്ന് പറയുന്ന പദ്ധതി. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് പദ്ധതികൾ എന്ന് പറയുന്ന ഭാഗമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇനിയും അങ്ങോട്ട് കുറച്ച് പദ്ധതികൾ കൂടി അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി കുറെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ PSC ആവർത്തിച്ചൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കാനായിട്ട് പോവുക. കുറച്ച് ക്ലാസ്സുകളേ ഉണ്ടാവുള്ളൂ. 2-3 ക്ലാസ്സിലൂടെ ആയിട്ട് നമ്മൾ ഈ ടോപ്പിക്ക് പൂർത്തീകരിക്കും. അതിലൂടെ നിങ്ങൾക്ക് മാർക്കുകൾ ഉറപ്പാക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഞാനിപ്പോൾ എഴുതിയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, കുറച്ച് ലാഗ് വരുന്നുണ്ടായിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് സ്പീഡൊക്കെ ഒന്ന് കൂട്ടിയിടുക, എന്നിട്ട് ഒന്ന് വീണ്ടും കേൾക്കുക. തീർച്ചയായിട്ടും ഗുണപ്രദമായിരിക്കും. വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾ ഏത് പരീക്ഷ ആയിക്കോട്ടെ പോയി ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ തീർച്ചയായിട്ടും അത് ഗുണപ്രദമായിരിക്കും എന്ന വിശ്വാസത്തിലാണ് ക്ലാസ്സുകൾ നൽകുന്നത്. അടുത്ത ക്ലാസ് കാണാം. നന്ദി, നമസ്കാരം.